Hello everyone, ഞാൻ സുഭാഷ് മാസ്റ്റർമൈൻഡ് പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രിഗണോമെട്രി പാർട്ട് 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗണോമെട്രി ബേസിക് ആയ ക്ലാസ് മുതൽ പാർട്ട് 4 വരെ കാണാൻ ശ്രമിക്കുക, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ പാർട്ട് 5ലേക്ക് വരിക. ഓക്കെ, സോ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. ഈസി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നേരെ പാർട്ട് 5ലേക്ക് പോകല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 മൈനസ് sin 10 into sin 15 into sin 70. ഇതിൽ sin 10ൻ്റെ വാല്യൂ നമുക്കറിയില്ല, sin 50യുടെ വാല്യൂ നമുക്കറിയില്ല, sin 70യുടെ വാല്യൂ നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിനൊരു ഷോർട്ട് ട്രിക്സ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. sin തീറ്റ ഇൻറ്റു sin 60 മൈനസ് തീറ്റ ഇൻറ്റു sin 60 plus theta is equal to 1/4 sin 3 theta. ഈ ഒരു സാധനം പഠിച്ചു വയ്ക്കുക. എന്താണ് സാധനം? sin theta ഇൻറ്റു sin 60 plus theta ഇൻറ്റു sin 60 minus theta is equal to 1/4 sin 3 theta. അപ്പോൾ പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഇതേപോലുള്ള ഷോർട്ട് ട്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നേരെ നോക്കിയാലോ. ഇതിൽ സൈൻ തീറ്റ എന്താണ്? 10 ആണ്. സൈൻ 10 ഇൻറ്റു സൈൻ 60 മൈനസ് 10 ഇൻറ്റു സൈൻ 60 പ്ലസ് 10. ഇതിപ്പോൾ എന്തായി? സൈൻ 10 ഇൻറ്റു സൈൻ 60 മൈനസ് 10 സൈൻ 50 ഇൻറ്റു സൈൻ 60 പ്ലസ് 10 സൈൻ 70. ഈ സാധനമായില്ലേ, ഇവിടെ നിന്നിട്ടുള്ള ഇതുവരെയുള്ള സാധനമായില്ലേ. ഇതിൻ്റെ വാല്യൂ എന്തായി? ഇതിൻ്റെ വാല്യൂ 1/4 സൈൻ 3 തീറ്റ അല്ലേ. 3 ഇൻറ്റു 10 1/4 സൈൻ 30 ഈക്വൽ ടു 1/4 സൈൻ 30യുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്, ഈക്വൽ ടു 1/8. ഈ സൈൻ 10 ഇൻറ്റു സൈൻ 15 ഇൻറ്റു സൈൻ 70ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1/8 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? 1 മൈനസ് സൈൻ 10 ഇൻറ്റു സൈൻ 15 ഇൻറ്റു സൈൻ 70 ആണ്. സോ ആൻസർ എന്താവും? 1ൻ്റെ ആൻസർ 1 മൈനസ് 1/8. ക്രോസ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 8 8 മൈനസ് 1 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 7/8. sin 10 into 1 minus sin 10 into sin 15 into sin 70. So sin 10 into sin 15 into sin 70 എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? sin തീറ്റ ഇൻറ്റു sin തീറ്റ ഇൻറ്റു sin 60 പ്ലസ് തീറ്റ ഇൻറ്റു sin 60 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 sin 3 തീറ്റ. 1/4 sin 3 തീറ്റ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഷോർട്ട് ട്രിക്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 5 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സൈൻ 12 ഇൻറ്റു സൈൻ 48 ഇൻറ്റു സൈൻ 54 ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. സൈൻ 12 ഇൻറ്റു സൈൻ 48 ഇൻറ്റു സൈൻ 54 നമുക്കറിയാം. സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/4 സൈൻ 3 തീറ്റ എന്നാണ് നമുക്കറിയാം. ഇവിടെ തീറ്റ 12 ആണെങ്കിൽ, തീറ്റ ഇസ് ഈക്വൽ ടു 12 ആണെങ്കിൽ 60 പ്ലസ് തീറ്റ എന്തായിരിക്കും? 60 പ്ലസ് തീറ്റ 72 അല്ലേ. 60 മൈനസ് തീറ്റ എന്തായിരിക്കും? 60 മൈനസ് 12 48. ഓക്കെ, അപ്പോൾ സൈൻ 12 ഉണ്ട്, സൈൻ 48 ഉണ്ട്, സൈൻ 54 ഉണ്ട്. ബട്ട് സൈൻ 72 ഇല്ല അല്ലേ. സൈൻ 72 ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി? സൈൻ 72 ഉണ്ടെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 3 സൈൻ തീറ്റ എന്ന് എഴുതാമായിരുന്നു. ഇവിടെ സൈൻ 72 ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. മേലും താഴെയും സൈൻ 72 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ 12 ഇൻറ്റു സൈൻ 48 ഇൻറ്റു സൈൻ 72 ഇൻറ്റു സൈൻ 54 അവിടെ ഉള്ളതാണ് ഓൾറെഡി. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയും ഗുണിക്കുക സൈൻ 72. മേലും താഴെയും ഒരേ സാധനം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ എന്തായി? സൈൻ തീറ്റ സൈൻ 60 മൈനസ് തീറ്റ സൈൻ 60 പ്ലസ് തീറ്റ ആയില്ലേ. ഈക്വൽ ടു 1/4 ഇൻറ്റു സൈൻ 3 ഇൻറ്റു 12 3 തീറ്റ അല്ലേ ഇൻറ്റു സൈൻ 54
ഡിവൈഡഡ് ബൈ സൈൻ 72. ഇങ്ങനെ ആയില്ലേ? 1/4 ഇൻറ്റു സൈൻ 36 ഇൻറ്റു സൈൻ 54 ഡിവൈഡ് ബൈ സൈൻ 72. ഓക്കെ, ഇപ്പോൾ 36 ആണ്, 54 ആണ്, 72 ആണ്. എങ്ങനെ മാറ്റും? യാതൊരു ബന്ധവുമില്ല അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. കോട്ട് 90 മൈനസ് തീറ്റ ടാൻ തീറ്റയാണ്. ആൻഡ് കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. നമ്മൾ ലാസ്റ്റ് പാർട്ട് 4 ഇത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ 54 നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് 36 എന്ന് എഴുതി കൂടെ. 54നെ സൈൻ 54 എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് 36 എന്ന് എഴുതാം അല്ലേ? സൈൻ 90 മൈനസ് 36, 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 36 അല്ലേ? സോ എന്തായി ആൻസർ? 1/4 ഇൻറ്റു സൈൻ 36 ഇൻറ്റു കോസ് 36 ഡിവൈഡ് ബൈ സൈൻ 72 എന്നായില്ലേ? ഓക്കെ, ഇനി ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു സാധനം കൂടിയും പഠിച്ചു വയ്ക്കുക. സൈൻ തീറ്റ, സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. ഇവിടെ സൈൻ ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. 2 ഇല്ലല്ലോ. 2 വരാൻ വേണ്ടി താഴെയും മേലെയും 2 കൊണ്ട് നമ്മൾ ഗുണിച്ച്, താഴെയും മേലെ 2 കൊണ്ട് ഗുണിച്ച് ഇൻറ്റു സൈൻ 36 കോസ് 36 ഡിവൈഡ് ബൈ സൈൻ 72 എന്നായി. ഇപ്പോൾ ഇവിടെ ഉണ്ട് 2 ഇൻറ്റു സൈൻ 36 ഇൻറ്റു കോസ് 36 ഉണ്ട്. 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, 2 ഇൻറ്റു സൈൻ 36 ഇൻറ്റു കോസ് 36 ഈക്വൽ ടു എന്തായി? 1/4 അവിടെ ഉണ്ട്, താഴെ ഒരു 1/2 ഉണ്ട്. 2 ഇൻറ്റു സൈൻ 36 ഇൻറ്റു കോസ് 36, 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ 2 തീറ്റ അല്ലേ? സൈൻ 2 ഇൻറ്റു 36 ഡിവൈഡ് ബൈ സൈൻ 72. വൺ ബൈ ഫോർ അവിടെ ഉണ്ട്. 1/4 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ 2 ഇൻറ്റു 36 എത്രയാണ്? സൈൻ 72 അല്ലേ? സൈൻ 72 ഡിവൈഡ് ബൈ സൈൻ 72. രണ്ടും ക്യാൻസൽ ആയില്ലേ? ഈക്വൽ ടു 1/4 ഇൻറ്റു 1/2 1/8. നമ്മൾ ആൻസർ ആയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വേഗം നോക്കുക. സൈൻ 12 ഇൻറ്റു സൈൻ 48 ഇൻറ്റു സൈൻ 54. തീറ്റ ഇസ് ഈക്വൽ ടു 12 ആണെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 സൈൻ 3 തീറ്റ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു 12 ആക്കി എടുത്തു കഴിഞ്ഞാൽ 60 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ 72 ആണ്. 60 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 48 ആണ്. 48 ഇവിടെ ഉണ്ട്, ബട്ട് 72 ഇല്ല. അപ്പോൾ എന്ത് ചെയ്ത്? സൈൻ 72 വരാൻ വേണ്ടി സൈൻ 72 കൊണ്ട് മേലും താഴെ ഗുണിക്കും ചെയ്ത് ഹരിക്കും ചെയ്ത്. സൈൻ 12 ഇൻറ്റു സൈൻ 48 ഇൻറ്റു സൈൻ 72 ഇൻറ്റു സൈൻ 54 ഇവിടെ ഉള്ളത് തന്നെ സൈൻ 72 ഡിവൈഡ് ബൈ സൈൻ 72. ഇതെന്തായി? സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ആയില്ലേ? ഇൻറ്റു സൈൻ 54 ഡിവൈഡ് ബൈ സൈൻ 72. ഇതിൻ്റെ വാല്യൂ എന്തായി? 1/4 ഇൻറ്റു സൈൻ 3 തീറ്റ. 1/4 ഇൻറ്റു സൈൻ 3 തീറ്റ. 1/4 ഇൻറ്റു സൈൻ 3 തീറ്റ അറിയുമ്പോൾ 3 ഇൻറ്റു 12 36. 1/4 സൈൻ 36 ഇൻറ്റു സൈൻ 54 ഡിവൈഡ് ബൈ സൈൻ 72. ഓക്കെ ആയല്ലോ? 1/4 സൈൻ 36 ഇൻറ്റു സൈൻ 54 ഡിവൈഡ് ബൈ സൈൻ 72 അല്ലേ? ഇവിടെ ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. സൈൻ 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. കോട്ട് 90 മൈനസ് തീറ്റ ടാൻ തീറ്റയാണ്. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ അങ്ങനെ സൈൻ 54 നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് 36, 90 മൈനസ് 36, 90 മൈനസ് 30, 60, 60 മൈനസ് 6 54 സൈൻ 90 മൈനസ് 36 എന്ന് എഴുതി കൂടെ. സൈൻ 90 മൈനസ് 36 എന്താണ്? കോസ് 36 അല്ലേ?
സോ 1/4 ഇൻറ്റു സൈൻ 36 ഇൻറ്റു കോസ് 36 ഡിവൈഡ് ബൈ സൈൻ 72 എന്നായി. ഇപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ, നമുക്ക് അറിയുന്ന ഐഡൻറ്റിറ്റിക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ് നമുക്കറിയാം. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, 2 ഇല്ല. 2 വരാൻ വേണ്ടി എന്ത് ചെയ്ത് 1/4 ഉണ്ട്, മേലെയും താഴെ 2 കൊണ്ട് ഗുണിച്ച് 2 ഇൻറ്റു 2 സൈൻ 36 കോസ് 36 ഡിവൈഡ് ബൈ 1 സൈൻ 72. ഇപ്പോൾ ഇവിടെ എന്തായി, 2 സൈൻ 36 കോസ് 36 ആയി, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നായി. ഈക്വൽ ടു സൈൻ 2 തീറ്റ അല്ലേ, 1/4 ഉണ്ട് ഇൻറ്റു 1/2 ഉണ്ട് സൈൻ 236 2 തീറ്റ ഡിവൈഡ് ബൈ സൈൻ 72. 1/4 ഇൻറ്റു 1/2 സൈൻ 72 വെട്ടിപ്പോയി, 1/4 ഇൻറ്റു 1/2 1/8. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ tan 6 ഇൻറ്റു tan 42 ഇൻറ്റു tan 66 ഇൻറ്റു tan 78. ടാൻ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. tan തീറ്റ ഇൻറ്റു tan 60 പ്ലസ് തീറ്റ ഇൻറ്റു tan 60 മൈനസ് തീറ്റ is equal to tan 3 തീറ്റ. എന്തായിരുന്നു ഇക്വേഷൻ, tan തീറ്റ ഇൻറ്റു tan 60 മൈനസ് തീറ്റ ഇൻറ്റു tan 60 പ്ലസ് തീറ്റ is equal to tan 3 തീറ്റ. സൈൻ വന്നപ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ is equal to 1/4 സൈൻ 3 തീറ്റ. ഇവിടെ 1/4 ഇല്ല, tan തീറ്റ tan 60 പ്ലസ് തീറ്റ tan 60 മൈനസ് തീറ്റ is equal to tan 3 തീറ്റ. tan 3 തീറ്റ ഓക്കെ ആണല്ലോ. തീറ്റ ഇവിടെ 6 ആക്കി എടുക്കുകയാണെങ്കിൽ തീറ്റ is equal to 6 ആണ്. ദെൻ 60 പ്ലസ് തീറ്റ എന്തായിരിക്കും, 60 പ്ലസ് 6 66, 60 മൈനസ് തീറ്റ എന്തായിരിക്കും, 60 മൈനസ് 6 54. ഇവിടെ 6 ഉണ്ട്, 42 ഉണ്ട്, 66 ഉണ്ട്, 78 ഉണ്ട്, 54 ഇല്ലല്ലോ. അപ്പോൾ 54 ഉണ്ടെങ്കിലല്ലേ നമുക്ക് tan 3 തീറ്റ എന്ന് എഴുതാൻ പറ്റുള്ളൂ. 54 വരാൻ വേണ്ടി മേലിൻ താഴെ എന്ത് ചെയ്യുക, 54 കൊണ്ട് ഗുണിക്കുക, tan 54 കൊണ്ട് ഗുണിക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ tan 6 ഇൻറ്റു tan 42 ഇൻറ്റു tan 66 ഇൻറ്റു tan 78 ഇൻറ്റു tan 54. മേലെയും ഗുണിച്ച് താഴെയും ഗുണിച്ച് രണ്ട് ഭാഗത്തും ഗുണിച്ചാൽ ഇക്വേഷൻ എന്ത് ചെയ്യാണ്, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. tan 6 tan തീറ്റ ഉണ്ട്, tan 60 പ്ലസ് തീറ്റ 66 ഉണ്ട്, tan 60 മൈനസ് തീറ്റ 54 ഉണ്ട്. ഇതെന്തായി, tan 3 തീറ്റയിലെ tan 3 ഇൻറ്റു 6 tan 3 തീറ്റ അറിയുമ്പോൾ ബാക്കി എന്തൊക്കെയുണ്ട്, tan 42 ഉണ്ട് ഇൻറ്റു tan 78 ഉണ്ട് ഡിവൈഡ് ബൈ താഴെ എന്തുണ്ട്, tan 54 ഇല്ലേ, tan 54. ഓക്കെ, tan 3 ഇൻറ്റു 6 tan 18 ഇൻറ്റു tan 42 ഇൻറ്റു tan 78 ഡിവൈഡ് ബൈ tan 54. താഴെ tan 54 ഉണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ ഇത് തീറ്റയ്ക്ക് എടുത്ത് നോക്കിയേ, തീറ്റ is equal to 18, 60 plus theta is equal to 78 and 60 minus theta is equal to 60 minus 18 42. വീണ്ടും അതേപോലെ തന്നെ ഫോർമുല ഇല്ലേ, tan തീറ്റ ഇൻറ്റു tan 60 പ്ലസ് തീറ്റ ഇൻറ്റു tan 60 മൈനസ് തീറ്റ is equal to tan 3 തീറ്റ എന്ന ഫോർമാറ്റിലായില്ലേ. tan 18 60 മൈനസ് തീറ്റ tan 42, 60 പ്ലസ് തീറ്റ tan 78. അപ്പോൾ ഇതെന്തായി, tan 3 ഇൻറ്റു 18 ഡിവൈഡ് ബൈ tan 54. tan 3 ഇൻറ്റു 18 എത്രയാണ്, tan 54 അല്ലേ. tan 54 ഡിവൈഡ് ബൈ tan 54 is equal to 1. നമ്മൾ ആൻസർ ഈസി അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ is equal to 1/4 സൈൻ 3 തീറ്റ. tan തീറ്റ ഇൻറ്റു tan 60 പ്ലസ് തീറ്റ ഇൻറ്റു tan 60 മൈനസ് തീറ്റ is equal to tan 3 തീറ്റ. ഈ സാധനം പഠിച്ചു വെച്ചാൽ രണ്ട് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ.
അങ്ങനെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ tan 15 ഇൻറ്റു tan 13 ഇൻറ്റു tan 45 ഇൻറ്റു tan 16 ഇൻറ്റു 60 ഇൻറ്റു tan 75. ഇതിൽ tan 60യുടെ വാല്യൂ അറിയാം, 45യുടെ വാല്യൂ അറിയാം, 30യുടെ വാല്യൂ അറിയാം. 15ന്റെ വാല്യൂവും 75യുടെ വാല്യൂ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ടാനിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ടാനിൻ്റെയോ കോട്ടിൻ്റെയോ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ടാനിനും കോട്ടിനും പൊതുവായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇഫ് θ1 plus θ2 is equal to 90, then tan θ1 into tan θ2 is equal to 1 and cot θ1 into cot θ2 is equal to 1. ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇഫ് θ1 plus θ2 is equal to 90, then tan θ1 into tan θ2 is equal to 1 and cot θ1 into cot θ2 is equal to 1. ഓക്കെ, എന്താ പറഞ്ഞുള്ളത്? tan θ1, അതായത് θ1 is equal to 60 ആണെന്ന് വിചാരിച്ചോ, ആൻഡ് θ2 is equal to 30 ആണെന്ന് വിചാരിച്ചോ. θ1 60യും θ2 30 ആയിരിച്ചോ. ദെൻ θ1 plus θ2 എത്രയാണ്? 90 അല്ലേ? 60 plus 30 90 അല്ലേ? അങ്ങനെയാണെങ്കിൽ tan 60 into tan 30 is equal to 1 ആയിരിക്കും. tan 60യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? √3 ആണ്. tan 30യുടെ വാല്യൂ നമുക്കറിയാം 1/√3 ആണ്. ആൻസർ 1 അല്ലേ? അതാണ് നമ്മുടെ പ്രോപ്പർട്ടി. θ1 plus θ2 is equal to 90 ആണെങ്കിൽ എന്താണ്? tan θ1 into tan θ2 is equal to 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ tan 15 ഉണ്ട്, tan 75 ഉണ്ട്. 15ഉം 75ഉം 90 അല്ലേ? 15ഉം 75ഉം 90 അല്ലേ? അപ്പോൾ എന്താണ്? tan 15 into tan 75 1 ആയില്ലേ? ഓക്കെ, tan 30 ഉണ്ട്, tan 60 ഉണ്ട്, അത് 1 ആയില്ലേ? 60 plus 90 60 plus 30 90 അല്ലേ? അത് 1 ആയി. tan 45യുടെ വാല്യൂ നമുക്കറിയാം, അത് 1 ആണ്. സോ 1 into 1 is equal to 1. ആൻസർ വളരെ ഈസി അല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ ചെയ്യാലോ. എന്താണ് ഓർത്ത് വെക്കേണ്ടത്? θ1 plus θ2 is equal to 90 ആണെങ്കിൽ tan θ1 into tan θ1 into tan θ2 is equal to 1 ആയിരിക്കും. ആൻഡ് cot θ1 into cot θ2 is equal to 1 ആയിരിക്കും. tan 15 ഉണ്ട്, tan 75 ഉണ്ട്. θ1 70യും 75ഉം 15ഉം 75 plus 15 90 അല്ലേ? സോ tan 75 into tan 15 is equal to 1 ആയിരിക്കും. 60 ഉണ്ട്, 30 ഉണ്ട്, കൂട്ടുമ്പോൾ 90 അല്ലേ? അത് 1 ആയിരിക്കും. tan 45യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ, 1 അല്ലേ? സോ ആൻസർ വിൽ ബി 1. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ tan 5θ into tan 4θ is equal to 1. ഫൈൻഡ് tan 3θ. tan 5θ into tan 4θ is equal to 1. tan θ1 into tan θ2 is equal to 1 എപ്പോഴാണ് ആവുക? θ1ഉം θ2 90 ഡിഗ്രി ആവുമ്പോൾ മാത്രമേ θ1 plus θ2 is equal to 90 ഡിഗ്രി ആവുമ്പോഴേ tan θ1 into tan θ2 is equal to 1 ആവുള്ളൂ. tan θ1 into tan θ2 1 ആവണമെങ്കിൽ θ1 plus θ2 is equal to 90 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ tan 5θ into tan 4θ is equal to 1 എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ tan 5θ into tan 4θ 1 ആണെങ്കിൽ 5θ plus 4θ is equal to 90 ആവണ്ടേ? then 9θ is equal to 90 ആവണ്ടേ? θ is equal to എന്താവണം? 10 ആവണ്ടേ? 90/9 10. θ 9 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? tan 3θ അല്ലേ? tan 3θ is equal to tan 3 into 10 is equal to tan 30 is equal to 1/√3. എന്നാൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കോട്ട് 11θ into cot 7θ is equal to 1. cot 11θ into cot 7θ, cot θ1 into cot θ2 is equal to 1 ആവണമെങ്കിൽ θ1 plus θ2 is equal to 90 ആയിരിക്കണം. 11θ plus 7θ is equal to 90 ആയിരിക്കണം. 18θ is equal to 90 ആയിരിക്കണം. θ is equal to 90 divided by 18 ആയിരിക്കണം, 5 ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് tan 9θ ആണ്.
tan 9 into 5 tan 45 is equal to 1. നമ്മൾ ആൻസർ ആയല്ലോ. വളരെ സിമ്പിളായ ആൻസർ അല്ലേ? ഈ ഒരു കണ്ടീഷൻ മാത്രം ഓർത്ത് വെച്ചാൽ പോരെ. അപ്പോൾ പാർട്ട് 5 എന്തൊക്കെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞേ ഒന്ന് ഓർത്ത് നോക്കിയേ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 60 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 സൈൻ 3 തീറ്റ. ടാൻ തീറ്റ ഇൻറ്റു ടാൻ 60 പ്ലസ് തീറ്റ ഇൻറ്റു ടാൻ 60 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ 3 തീറ്റ. If theta 1 plus theta 2 is equal to 90, then tan theta 1 into tan theta 2 is equal to 1 and cot theta 1 into cot theta 2 is equal to 1. Okay. അങ്ങനെ നമ്മൾ 7th ക്വസ്റ്റ്യൻ നോക്കിയേ. tan a plus b into tan a minus b is equal to 1. Find tan 2a/3. tan theta 1 into tan theta 2 is equal to 1. എപ്പോഴാണ് tan theta 1 into tan theta 2 എപ്പോഴാണ് 1 ആവുക? if theta 1 plus theta 2 is equal to 90. നേരത്തെ പഠിച്ച അതേ കണ്ടീഷൻ അല്ലേ? theta 1 theta 2 theta 1 plus theta 2 90 ആയി കഴിഞ്ഞാൽ tan theta 1 into tan theta 2 is equal to 1 ആവുള്ളൂ. so a plus b plus a minus b is equal to 90. മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസലായി 2a is equal to 90, a is equal to 45. ഇതല്ലേ നമ്മുടെ ആൻസർ? സോറി, a is equal to 45 അല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? tan 2 into 45 divided by 3 അല്ലേ? tan into 45 divided by 3 എന്താണ്? 45ന് വെട്ടുമ്പോൾ 15. 2 into 15 tan 30. tan 30 is equal to 1/√3. നമ്മൾ ആൻസർ ആയല്ലോ. അങ്ങനെ പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഷോർട്ട് കൺസെപ്റ്റുകളാണ്. ഷോർട്ട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ടാനിൻ്റെയും സൈനിൻ്റെയും കോട്ടിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്? സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 minus theta into sin 60 plus theta is equal to 1/4 sin 3 theta. Tan theta into tan 60 minus theta into tan 60 plus theta is equal to tan 3 theta. Theta 1 plus theta 2 is equal to 90. Then tan theta 1 into tan theta 2 is equal to 1 and cot theta 1 into cot theta 2 is equal to 1. ഇത്രയും 3 കാര്യങ്ങൾ, ഈ 3 പ്രോപ്പർട്ടീസ് വെച്ചിട്ടല്ല നമ്മളിന്ന് പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നേരെ മനസ്സിലേക്ക് സെറ്റാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് കണ്ടപാടെ ചെയ്യാൻ പറ്റൂലേ. അങ്ങനെ ഇന്നത്തെ 7 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്നും കൂടി പോസ് അടിച്ച് കാണുക. സോ പാർട്ട് 5 7 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പാർട്ട് 6 വരിക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.